മഹാനായ ഇമാം അബൂ ലൈഥി സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലവരായ ജനങ്ങളുടെ സ്ഥാനത്തെത്തണോ, അതിന് 10 കാര്യങ്ങൾ ഉണ്ടാകണം. നല്ല പദവി ലഭിക്കണോ, 10 കാര്യമുണ്ടാകണം. അവ്വലുഹാ കസ്റത്തു സദഖ, ഒന്നാമത്തേത് ധർമ്മം വർദ്ധിപ്പിക്കലാണ്. സാനി കസ്റത്തു തിലാവത്തിൽ ഖുർആൻ, രണ്ടാമത്തേത് ഖുർആനോത്ത് വർദ്ധിപ്പിക്കലാണ്. മൂന്നാമത്തേത് അൽ ജുലൂസു മഅ മൻ യുദക്കിറുഹു ബിൽ ആഖിറ വയുസഹിദുഹു ഫിദ് ദുനിയാ, ആഖിറത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കലാണ്. ദുനിയാവിനോട് പ്രേമം ഉണ്ടാക്കുന്നവരുടെ സദസ്സിൽ പങ്കെടുക്കുന്നതിന് പകരം ആഖിറത്തെക്കുറിച്ച് ബോധമുണ്ടാക്കുന്നവരുടെ മജ്ലിസിൽ പങ്കെടുക്കലാണ്. വറാബിയു, നാലാമത്തേത് സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലാണ്. അഞ്ചാമത്തേത് രോഗമായ രോഗികളെ സന്ദർശിക്കലാണ്. ആറാമത്തേത് എന്താണ്? സുബ്ഹാനല്ലാഹ്, വലിയ പണക്കാരനായി ആഖിറത്തിന് വില കൽപ്പിക്കാതെ, ആലിമീങ്ങൾക്കും ഇൽമിനും വില കൽപ്പിക്കാതെ, ദീനിന്റെ കാര്യം ചിന്തിക്കാതെ, പണത്തിന്റെ കൊഴുപ്പിൽ ഇങ്ങനെ നടക്കുന്ന വലിയ വിവിഐപികളില്ലേ, അത്തരം ആളുകൾ ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്തവരാണെങ്കിൽ അവരെ കൂടെ കലരാതിരിക്കലാണ്. അവരെ കൂടെ കലർന്നാൽ നിനക്ക് നിസ്കാരമുണ്ടാവില്ല. ചിലപ്പോ നീ മദ്യപാനിയായി മാറും. നീ ചിലപ്പോൾ ആലിമീങ്ങളെ കളിയാക്കുന്ന കൂട്ടത്തിൽപ്പെടും. അങ്ങനെ പലതും സംഭവിക്കും. ഏഴാമതായി നിനക്ക് ആഖിറം കിട്ടാൻ വേണ്ടത് കസ്റത്തു തഫക്കുരി ഫീമാ വസായിറുൻ ഇലൈഹി ഗദൻ. ഇന്ന് ഞാൻ വളരെ അന്തസ്സോടെ ഓജസ്സോടെ നടക്കുകയാണ്. അങ്ങനത്തെ ഞാൻ അതാ മരിച്ചു കിടക്കുന്ന ഒരു സമയം വരാനുണ്ടല്ലോ. സ്വന്തം കുളിക്കാൻ കഴിയില്ലല്ലോ, സ്വന്തം വസ്ത്രം ധരിക്കാൻ കഴിയില്ലല്ലോ, എന്റെ മൂക്കിനും കണ്ണിനും തൊള്ളയ്ക്കുമൊക്കെ പരുത്തി വെക്കുന്നൊരു സമയം വരുമല്ലോ. അങ്ങനെ തുടങ്ങി അങ്ങോട്ട് എന്തെല്ലാം സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കലാണ്. ആ എട്ടാമത്തേത് ഇസറുൽ അമലി വകസ്റത്തു ദിക്രിൽ മൗത്ത്. ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കുമെന്നത് ചിന്തിക്കുന്നതിന് പകരം മരണത്തെ ഓർക്കുകയും കൂടുതൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതിരിക്കലുമാണ്. ഒമ്പതാമത്തേത് ലുസൂമുസ് സുംതി വഖില്ലത്തുൽ കലാം. സംസാരം ചുരുക്കലാണ്, മിണ്ടാതിരിക്കലാണ്. ആവശ്യമുള്ളതിലും ഇല്ലാത്തതിലുമൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ദുസ്വഭാവമുണ്ടല്ലോ. എല്ലാ വിഷയത്തിലും എനിക്ക് ഇടപെടണം, എല്ലാം എന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറ്റൊരാൾക്ക് പാസ് ചെയ്യണം. ഇത്തരം ചിന്തയില്ലാതിരിക്കലാണ്. പത്താമത്തെ കാര്യം താഴ്മയോടെ ജീവിക്കലാണ്. അതേ വഹുബ്ബുൽ ഫുഖറാ, സാധുക്കളെ സ്നേഹിക്കലാണ്. വൽ മുഖാലത്തുതു മഅഹും, സാധുക്കളെ കൂടെ കൂടിക്കലരലാണ്. അവരെ കൂടെ ഇരുന്ന് ചായ കുടിക്കണം, അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അവരെ കൂടെ നടക്കാൻ കഴിയണം. ഞാനൊരു വലിയ വിഐപികളെ കൂടെ നടക്കണമെന്ന ചിന്തയല്ല ഉണ്ടാകേണ്ടത്. സാധുക്കളെ കൂടെ നടക്കാനും പോകാനും കഴിയണം. വഖുർബുൽ യതാമാ, യതീമുകളുമായി അടുക്കലാണ്. വൽ മസാകീൻ, അതേ പാവപ്പെട്ടവരുമായി അടുക്കലാണ്. വമസ്റുസിഹിം, യതീമിന്റെ തലതടകലാണ്, അവരെ സംരക്ഷിക്കലാണ്. ഇതെല്ലാം സ്വർഗം കിട്ടാനുള്ള സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ്. ഇവിടെയുള്ള സ്ഥാനത്തിനോ ഇവിടെയുള്ള പവറിനോ അതിനൊന്നും നിലനിൽപ്പില്ല. ഈ ഒരു ബോധത്തോടെ മുൻഗാമികളായ സാലിഹീങ്ങൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ തൗഫീഖ് തരണമല്ലാഹ്.